ഇണ്ടാ കുണ്ടാ ഇങ്ങോട്ട് വേടാ. പെരുന്നാളെല്ലാം പൊളിച്ചോ? ബിരിയാണി എല്ലാം കഴിച്ച് പൊളിച്ച് ഇടയ്ക്ക് ഇരിക്കുണ്ടായിരുന്നല്ലോ. അപ്പൊ മോന് ബിരിയാണി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിച്ചില്ലെങ്കിൽ അത് തന്നേക്കാം. അപ്പം എല്ലാവർക്കും ഹായ്. എന്റെ പേര് നന്ദിനി റെഡ്ഡി എന്നാണ്. അതേ ഈ കുണ്ടൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ നന്ദിനി റെഡ്ഡി ഞാൻ തന്നെയാണ്. അപ്പൊ ഗൈസ്, അവൻ എന്തൊക്കെയോ സ്റ്റോറീസ് പറഞ്ഞിട്ട് പോയി. അതൊന്നും വിശ്വസിക്കരുത്. ഈ അവന്റെ കുണ്ടന്റെ കൂടെയുള്ള ഒരുത്തനുണ്ടല്ലോ, അണ്ടിക്കുറപ്പില്ലാത്ത ഒരുത്തൻ, അവന്റെ ഉമ്മ, ആ പാവ ഉമ്മ കരഞ്ഞോണ്ട് എനിക്ക് 2 ദിവസം മുമ്പ് അയച്ചു കുറച്ച് വോയിസ് മെസ്സേജ്. 2 ദിവസം മുമ്പത്തെ, 2 days ബിഫോർ. ഓക്കെ, അതായത് എന്നിട്ട് ഡേറ്റ് എത്രയാണെന്ന് 1 മിനിറ്റ്. ഇന്ന് 9-ാം തീയതി. 9-ാം തീയതിയാണ്. അപ്പോൾ സമയം 12:11 ദുബായിൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ആണിത്. ഓക്കെ, സോ ഈ വോയിസ് അയച്ചത് എനിക്ക് ഉമ്മ 2 days ബിഫോർ ആണ്, 2 ദിവസം മുമ്പ്, അതായത് പെരുന്നാളിന്റെ അന്ന്. സംഭവം എങ്ങനെയായിരുന്നു കേൾപ്പിക്കാൻ ചേരാം. ഫസ്റ്റ് ഓഫ് ഓൾ കേളു നിങ്ങൾ എല്ലാവരും. ഹലോ, ഈ സോഷ്യൽ മീഡിയയിൽ ജാസി പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അവൻ വന്ന് ഇങ്ങനെ പറയുന്നല്ല ഈ നന്ദിനി പറഞ്ഞ പെൺകുട്ടിനെ. അതിലെന്താ വാസ്തവം നമുക്ക് ആർക്കും അറിയില്ല. അതിലെന്താ വാസ്തവം ഉണ്ടെന്ന് ഈ ആഷിക്ക് പറഞ്ഞ ആ കുട്ടിനെ ഇവന് അടിച്ചിട്ടും കുത്തിയിട്ടും കയ്യിൽ മുറിയൊക്കെ ആക്കിയിട്ടും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവളുടെ അടുത്ത് പോയിട്ട് നന്ദിനി എന്നൊന്ന് കയറ്റി വിടണം. അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു, എന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നിട്ട് ഇവൻ അവിടെ പോയതാണ്. അവിടെ പോയിട്ട് ആഷിക്കിന്റെ ഉമ്മയാണ് സംസാരിക്കുന്നത്. അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഞാൻ നാട്ടിലേക്ക് വരികയാണ്, ജാസ്റ്റിനെ ഇങ്ങനെയൊക്കെ കാട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് ചുമ്മാ അങ്ങനെയാണ്, എന്താണ് അവനെങ്ങനെ ആക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിയോട്, മോളെ അവന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, വിസ ഇല്ല, പാസ്പോർട്ട് അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത്. അല്ലാതെ ഈ ജാസി നായി പറയണതൊന്നല്ല സത്യം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോരാ, അവൻ എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് വല്ലാണ്ട് പീത്തുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ഇത് ആൾക്കാർക്ക് അറിയില്ല. അവനെ പിന്താങ്ങുന്നുള്ള യൂട്യൂബുകാരും അവരിവരൊക്കെ. ഇതിന്റെ വാസ്തവം എന്താണെന്നറിയോ? എന്റെ മോൻ അതിൽ പെട്ട് കിടക്കനെ വന്ന് നന്ദിനി പറയണ പെൺകുട്ടി ഇതിൽ ഒരു ഇതുമില്ല. അവള് ഇവനെ സ്നേഹിക്കണില്ല, വശീകരിക്കണില്ല, ഒന്നുമില്ല. ഇവൻ പറഞ്ഞു നടക്കണ നന്ദിനി ഇവനിക്ക് മരുന്ന് കൊടുത്തിക്കണ അങ്ങനെ ഇങ്ങനെ. ഈ ജാസി പറയണത് ഒരു സത്യമില്ല. ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ, ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞു, എന്റെ മോനെ എങ്ങനെ പറയണ അങ്ങനെ നീ ജീവിക്കുന്നു. ഇവൻ പറഞ്ഞല്ലോ ആഷിക്കിന് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റില്ല. അതുപോലെ ഒരു പെറ്റ തള്ളയാണ് ഞാന്. 3 വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് 5 ദിവസം ഇവിടെ നിൽക്കാൻ അയച്ചോളൂ. ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ 10 മാസമായി ദുബായിൽ നിന്ന് ഈ നാട്ടിൽ വന്നു. ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്റെ കുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കുറഞ്ഞ. എന്നിട്ട് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞ അവിടെ അവൻ ഡിലേറ്റ് ആക്കി കളയും. അവന്റെ ഫോണിലുണ്ട് എന്നെ തെറി വിളിച്ചത്. സ്വന്തം തള്ളൻ അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു. പക്ഷെ ആഷിക്കിന് ഒന്നും ചെയ്യാൻ പറ്റും. ആഷിക്കിന് നല്ല അടിക്കും. ആഷിക്കിന്റെ കയ്യിൽ ഒരു മുറിയുണ്ട്, ഇവനാക്കിയതാണ്. ഇവിടെ നിർത്തിട്ടുള്ള ഒരു മുറിയുണ്ട്. ആ ഷർട്ട് അവൻ ഫുൾക്കൈ ഇടൂല, അരക്കൈ ഇടൂല. ഇതൊക്കെ ജാസി കാട്ടി ആട്ടോ. ഇതൊന്നും ആർക്കും അറിയില്ല. അവൻ പറയണത് കംപ്ലീറ്റ് നോണയാണ്. അവൻ ആണിന്റെ ഭാഗത്തെത്തി ആണും, പെണ്ണിന്റെ ഭാഗത്തെത്തി പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും. അവന് ഒരു ഓപ്പറേഷൻ ചെയ്യൂല, അവനെ ഒരു എന്തും ചെയ്യൂല. അവനക്ക് ഭയങ്കര പേടിയാണ്. അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ടാ പോയി ആ പെണ്ണിന്റെ അടുത്ത് സകുമ്പോ സമാധാനത്തിൽ തന്നെ ഇരുന്നിക്കരുത്. അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ല. ഇവൻ കംപ്ലീറ്റ് പറയണ നോണയാണ്. ഇവൻ എന്താ സത്യം പറയണത്? ഇവനിക്ക് പറയണത് ഇവന്റെ ഉമ്മ അവനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. ഇന്റെ മോനെ അവിടെ കയറ്റൂല. അവനെ ഒഴിവാക്കിയിട്ട് വന്ന് ഞങ്ങൾ കയറ്റാൻ തയ്യാറാണ്. ഇവന്റെ കൂടെ ഇരിക്കണ ഞങ്ങൾ കയറ്റൂല. ഞങ്ങൾക്ക് മാനം നാളുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. ഇവരൊരു വീഡിയോ, ഇവര് അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്തിനീ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താൻ നിൽക്കണത്? എല്ലാം സഹിച്ച് ഞങ്ങൾ ഇരിക്കില്ല. എന്തൊരു വേദനയാണെന്ന് എനിക്കറിയാം. അവന്റെ വാപ്പ മരിച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ. വാപ്പ മരിച്ചിട്ട് ഒരു 7 ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചില്ല. അവൻ പോയി ഇവിടുന്ന്. ഇതൊന്നും ആയിരിക്കും. ഈ നന്ദിനി പറയുന്ന പെൺകുട്ടി ഇവനെ നല്ല സഹായിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. ഇവൻ പറയണ കംപ്ലീറ്റ് നോണയാണ്. അവര് ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞാൽ തുറ തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ. അപ്പൊ അവനും കൂടെ നിന്ന് പറയുന്നുണ്ട് നല്ലപോലെ വർത്താനം. ഇവനല്ലേ പറയണ ചെലക്കണ് നടന്നിട്ട്. ആ ചെലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ നല്ല വേദന ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ നന്ദിനി പറയണ കുട്ടി പാവോട്. ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നും പറയുന്നത്? ഇവൻ ചെയ്ത തെണ്ടിത്തരങ്ങളും പോലെ ആ കുട്ടിനെ എന്തിനാ പറയുന്നത്? അവൾക്ക് ജീവിക്കണം. ഒരു പെൺകുട്ടിയല്ലത്. ഇവനിക്ക് അവളെ ദേഷ്യമുണ്ട് പറയണത്. ഇവൻ എല്ലാ തെണ്ടിത്തരം ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഇവൻ പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവൻ്റെ അടുത്ത്. എന്നിട്ട് അവളുടെ അടുത്ത് പോയി നമുക്ക് സോൾവ് ആക്കാൻ വേണ്ടി ഇവൻ പോയതല്ലേ. ഇവൻ തന്നെ പോയത്, അല്ലാണ്ട് അവളല്ല വന്നത്.
ഇവനെ പോയി സോൾവ് ആക്കിയത് എന്നിട്ട് അവൻ നല്ല ആളാകണ് അങ്ങനെ പറയും. ഉസ്താദിന്റെ അടുത്ത് പോയി പറ, അത് ശരി തന്നെയാണ്, ഉസ്താദിന്റെ അടുത്ത് പോയിട്ടുണ്ട്. അവന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്, എന്റെ ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത്, അതിൽ മരുന്ന് ഇട്ടിട്ടുണ്ടാവും, ഒന്നും കഴിക്കരുത്, ബീഫ് കഴിക്കൂല. 45,000 റുപ്യ കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ട് ഒരു പൂജ നടത്തി. അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല, ബീഫ് കഴിക്കാൻ പാടില്ല, അവര് കഴിക്കണ്ട പറഞ്ഞതിന്. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാം. ഇത് യൂട്യൂബിൽ കടന്നു വിരിക്കുന്ന തളം കണ്ടല്ലേ. ഇതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കണ അടി അവരിനെ പിടിച്ചിട്ട് രണ്ടാളിനെ പിടിച്ച് കൊടുക്കണം. രണ്ടിന് 2 വീടുകൾക്കാക്കണം. അവൻ പെണ്ണാവൂല, അവൻ ആണെന്നെ ആവുള്ളൂ. അവന് ആൾക്കാരുടെ മുമ്പിൽ ഈ പെൺവേഷം കെട്ടി നടക്കുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ്. അവൻ ആണിന്റെ അടുത്ത് പോയ ആണും പെണ്ണിന്റെ അടുത്ത് വന്ന പെണ്ണും ആകണവന്, ഗതികെട്ടവന്. അവൻ എങ്ങനെ ഇവിടുന്ന് പോയതൊക്കെ ഞങ്ങൾക്ക് അറിയും. ഇതിന്റെ വാസ്തവം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവന്റെ അടുത്ത് വന്ന ആഷിക്കിന് അവന് നല്ല വഷളാക്കി വിടും, യൂട്യൂബിലും എല്ലാം. അതാണ് അവൻ പറയുന്നത്, ഞാൻ വന്ന് പറയും ഇനി എങ്ങനെ ആക്കും അങ്ങനെ ആക്കും. എത്ര ഫോൺ ഇവന്റെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ജാസി, എത്ര ഫോൺ എറിഞ്ഞു പൊട്ടിട്ടുണ്ട്. കുറെ എന്റെ കുട്ടി ഫോണില്ലാണ്ടിരുന്നു. ഇന്ന് ഞങ്ങൾ ആഷിക്കിന് മെസ്സേജ് അയക്കാൻ പറഞ്ഞ ആ നമ്പർ ജാസിന്റെ കയ്യിലാണ്. അവനാ നോക്കല് മെസ്സേജ് അയച്ചാല്. ഇവനല്ലേ നോക്കുക. സെപ്റ്റംബറിൽ വന്നതാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 10 മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട്. 10 റുപ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം എന്റെ 10 റുപ്യ ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ, ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച സ്ത്രീ എന്തെന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് 3 ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും. എന്തിനു സപ്പോർട്ട് ചെയ്യണ്? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവനെ അവനെ സ്വീകരിക്കണം? ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടേക്ക് കയറുന്നതിന് ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേറ്റൂല. ഇവരുടെ ഉമ്മ എന്തിനു കയറ്റണത്? അതന്നെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ടാണ്, ഈ മക്ക് കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്നു അവര്. ഈ ചെക്കൻ്റെ അടുത്തൊന്നും വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണ് പറഞ്ഞ പെണ്ണല്ല ആദ്യഘട്ടവൻ. എല്ലാരും ആരെയാണ് കുടുംബത്തോടെ അവൻ അനാവശ്യം പറയും. ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടെന്നാ, എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നല്ല. ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടേക്കും. എന്നോട് പറയാൻ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വൈരം കൊടുക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മൊയിലേരത്തും കൊല്ലാക്കാത്തുമില്ല. പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പടച്ച. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം ഞാൻ നിസ്കാരപ്പായിൽ ഇത് കരയാത്ത ദിവസമല്ല. എന്റെ വേദന എവിടെ പോലും എവിടെയും പോലും. ആ നന്ദിനി പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണം പറ്റി. ഇവൻ എന്തിനാണ് അത് കേട്ടിട്ട് ആ പെൺകുട്ടിനെ ഓരോരുത്തരും എന്നാണെന്ന് പറയാ. അത് സഹായിച്ചിട്ടുള്ളത് എനിക്കറിയും. ഒരിക്കൽ അവിടെ പോയിരുന്നിട്ട് അവിടുന്ന് വിളിച്ച് നന്ദിനി എന്നോട് പറഞ്ഞു, ഉമ്മ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞു, മോളെ ഒന്ന് സഹായിക്ക്. ഞാൻ കരഞ്ഞിട്ടാണ് അത് 2 മണി സമയത്ത് ഉറക്കത്തുനിന്ന് നീച്ചതാ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ നോണ പറയില്ല. എനിക്ക് നോണ പറയേണ്ട ആവശ്യമില്ല. എന്റെ വേദനയെ കൊണ്ട് ഞാൻ പറയണ, ആ കുട്ടിന്റെ സങ്കടം കൊണ്ട് ഞാൻ പറയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നെ വേണം. എന്താ പറയാ, അവര് വീട് ചെയ്യരുത്, വീട് ചെയ്യാൻ വിടാൻ പാടില്ല. അപ്പൊ ഗൈസ്, നിങ്ങളെല്ലാം കേട്ടല്ലോ. അത് ആഷിയുടെ ഉമ്മയാണ് പറയുന്നത്. 2 ദിവസം മുമ്പത്തെ കാര്യമായത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുണ്ടാ, നിന്നോടാ. ഞാൻ നിനക്കെതിരെ ലീഗലി പോകാത്തത് എന്താണെന്നറിയോ? നീ ആണുമല്ല, നീ പെണ്ണുമല്ല, റൈറ്റ്? നിന്നെ കൊണ്ട് ഇടാൻ പോകുന്ന ആണുങ്ങളുടെ കൂടെ ഉള്ള ജയിലായിരിക്കും. മേ ബി അങ്ങനെ ഒരു പ്രശ്നം വന്നെങ്കിൽ നീ അവിടെ ഒരുപാട് നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറച്ച് മനുഷ്യത്വത്തോടെ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിനക്കെതിരെ ലീഗലി പോലും പോകാത്തത്. ഇനി എനിക്കെതിരെ നീ എന്തെങ്കിലും രീതിയിൽ നീ എനിക്കെതിരെ എന്നെ ദ്രോഹിക്കാൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞാല്, പിന്നെ എന്റെ പേരും പറഞ്ഞു ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ചാനലുകാർ, ഞാൻ ചാനലുകാരെ വിടത്തില്ല. ഐ എം റിയലി സോറി. പിന്നെ അവന്റെ നാട്ടുകാർ ഏത് നാട്ടിലാണോ നിൽക്കുന്ന എനിക്ക് കറക്റ്റ് നാടകം എനിക്കറിയില്ല. ആ നാട്ടിലുള്ള അപ്പുറത്തുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തിനാ ഇങ്ങനത്തെ എന്താ പറയാ ഇവനെ വിളിക്കാൻ പറ്റിയൊരു തെറി ഗൈസ്, എനിക്ക് തെറി വരുന്നില്ല ഗൈസ്. കുണ്ടൻ തായോളി. ഇവന് പുലരിക്കുണ്ടൻ. പുലരിക്കുണ്ടൻ. ഇവനെ പോലത്തെ പുലരിക്കുണ്ടനൊക്കെ എന്തിനു വെച്ച് വാഴിക്കുന്നു അവിടെ നിങ്ങളുടെയൊക്കെ നാട്ടില്? നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ? എനിവേ, ഞാനും വിശ്വസിക്കുന്നില്ല അവന് മറ്റേ ഹോർമോൺ പ്രോബ്ലംസ് അത് ഇത്. ഓക്കെ, അതൊക്കെ വരും. ആളുകളാണ്, എല്ലാം മനുഷ്യരാണ്, എല്ലാവർക്കും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും മുമ്പിത്തനമാണ്. അവൻ പറഞ്ഞല്ലോ ഞാൻ റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്നതെന്ന്. എന്തെന്ന് റീച്ചാടാ? എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല ഗൈസ്. സത്യമായിട്ടും ഞാൻ എന്റെ ലൈഫിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ലൈവിൽ ഗെയിം കളിക്കാറില്ല. പിന്നെ എന്ത് മൈഡിനോടാ എനിക്ക് റീച്ച്?
ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഞാൻ എത്ര ദിവസം പിടിക്കുമെന്നറിയോ? എനിക്കാണ് റീച്ച് വേണ്ടത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലടാ ഞാൻ ജീവിക്കുന്നത്. ഇൻറ്റാ മോനെ, ഇനി എനിക്കെതിരെ നീ എവിടെയെങ്കിലും നീ ചെലച്ചെന്നറിഞ്ഞെങ്കിൽ ഞാൻ വരും നിന്നെ കാണാൻ. ഓക്കെ, അപ്പൊ ഏറെക്കുറെ